മൂന്നാമത്തെ ആയിട്ടുള്ളത് ഒരു പക്ഷേ റിന്യൂവബിൾ എനർജി എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന പറഞ്ഞ ഒരു സോളാർ എനർജി വെച്ച് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളിനി പുതിയ കാലത്ത് ഇപ്പം നമുക്ക് ന്യൂട്ടന്റെ ഒക്കെ തീർന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ട്രാൻസ്ഫർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മറ്റേ വെള്ളം തടഞ്ഞു നിർത്തി വെള്ളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനർജി ബേസിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. പക്ഷേ വീണ്ടും ആ വെള്ളം തടഞ്ഞു നിർത്തണമെങ്കിൽ വേറൊരു ഡാം കെട്ടണം. സോ ദർ ഇസ് എ ഹ്യൂജ് എഫേർട്ട്. നമ്മൾ ഇതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന എനർജി തന്നെ നമ്മളത് ഉപയോഗിച്ച് അത് വേറൊരു ഫോമിലേക്ക് ആക്കി മാറ്റുന്നു. ആ ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ നടന്ന സമയത്ത് അവർ ഹോൾ സ്റ്റേഡിയം മാത്രമല്ല ഈവൻ കളിക്കാരും ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ആ റോഡുകൾ പോലും അവർ കംപ്ലീറ്റ് ഈസി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ബൈ യൂസിങ് ദി റിന്യൂവബിൾ എനർജി. അപ്പോൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ബേസിക്കലി അതാണ് എനർജിക്കുള്ള ഒരു ഓപ്ഷൻ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന നമ്മളെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഒക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ 5,000-10,000 രൂപ വീട്ടിൽ KSEBക്ക് ബില്ലും കൊടുത്ത് അതൊക്കെ ഇനി അധികം കാലത്തേക്ക് നടക്കില്ല. കാരണം ഒരു വീടിന്റെ കേസ് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധാരാളം റിക്വയർമെന്റ്സ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയർ എനർജി വെച്ചിട്ട് ഇതിന് കുറെ ഓപ്പോസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്, നമ്മൾ നോക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് വൈസ് ഈ ഒരു എനർജി സ്ട്രീം എന്നുള്ളത് വലിയ ഒരു രംഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. വലിയൊരു കുതിച്ചുചാട്ടം ആ ഭാഗത്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്.